കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AKSTU സഹപാഠി അറിവുത്സവം ക്വിസിൻ്റെ ആഗസ്റ്റ് 30 നടന്ന HSS സ്കൂൾ തലം ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ജനറൽ നോളജിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസും നാഫ്ത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ താപനിലയവും ഉള്ളത്. ഏതാണ് ജില്ല? ആലപ്പുഴ. തലമുറ വളരെ വിരളമായി മാത്രമേ ഇതുപോലെ മാംസവും രക്തമുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് നടന്നു പോയിരുന്നുവെന്ന് വിശ്വസിക്കുകയുള്ളൂ. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. പോലീസിന്റെ DDAD പദ്ധതി മുഖേന 15 മാസത്തിനിടെ 385 കുട്ടികളെ മൊബൈൽ ഇന്റർനെറ്റ് അമിത ഉപയോഗത്തിൽ നിന്നും മുക്തമാക്കി. 2023 മാർച്ചിലാണ് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി തുടങ്ങിയത്. DDADന്റെ പൂർണ്ണരൂപം എന്ത്? ഡിജിറ്റൽ ഡി അഡിക്ഷൻ. ആധുനിക ഇന്ത്യയുടെ വിദ്യാഭ്യാസ രീതിക്ക് വഴികാട്ടിയ ഭാരതത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതെന്നറിയാമല്ലോ. എന്നാണത്? നവംബർ 11. വേള പഴക്കമേറിയാലിരുളും മെല്ലെ വെളിച്ചമായി വരാം, തീയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുദാനമേ. ആധുനിക കവിയത്രത്തിലെ ഒരു കവിയുടെ വരികളാണിത്. ആരുടെ വരികളാണ്? കുമാരനാശാൻ. ചിന്താവിഷ്ടയായ സീത. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പങ്കെടുത്ത് 2 ഒളിമ്പിക്സിലും ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിക്കൊടുത്ത മലയാളി ഗോൾ കീപ്പർ ആരാണ്? PR ശ്രീജേഷ്. ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലെ ഗോളിയോറിനെയാണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ ഈയിടെ പ്രഖ്യാപിച്ച കേരളത്തിലെ നഗരമേത്? കോഴിക്കോട്. 2024 ഏപ്രിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മന്ത്രി K രാധാകൃഷ്ണന് പകരം വയനാട് ജില്ലയിലെ മാനന്തവാടി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ച MLA യാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആരാണത്? OR കേളു. മോഹൻകുമാർ ഹാസ് ട്രാവൽഡ് എ ലോട്ട്. റൈറ്റ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ഹാസിൻഡ് ഹി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ പദമേത്? D ആതിഥേയൻ. ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന കോണളവ് എത്രയാണെന്ന് പറയാമോ? 720 ഡിഗ്രി. 12 മണിക്കൂറിന് 360 ഡിഗ്രി കണക്കിൽ 24 മണിക്കൂറിന് 720 ഡിഗ്രി. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭാരതീയ ന്യായ സംഹിത BNS. വരിയിൽ വിനോദ് മുന്നിൽ നിന്ന് 13ാമനും പിന്നിൽ നിന്ന് 6ാമനുമാണ്. എങ്കിൽ വരിയിൽ എത്ര പേരുണ്ട്? 18. കണ്ടെത്തിയത് 13 + 6 19. 19 - 1. വിനോദ് 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഒരു വിനോദിനെ കുറക്കണം. അങ്ങനെ ആൻസർ 18. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരിയായ മാർക്ക് ഷട്ടിൻവർത്ത് ആരംഭിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പൊതുവിദ്യാലയങ്ങളിൽ ഉപയോഗിച്ചു വരുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? ഉബുണ്ടു. കുറിച്ചുള്ള പഠനം പെട്രോളജി എന്നറിയപ്പെടുന്നു. പെഡോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മണ്ണ്. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകഥാ വിഭാഗത്തിൽ N രാജനും നോവൽ വിഭാഗത്തിൽ ഹരിത സാവിത്രിക്കും ലഭിച്ചു. കവിതാ വിഭാഗത്തിൽ ആർക്കാണ് ലഭിച്ചത്? കൽപ്പറ്റ നാരായണൻ. തെരഞ്ഞെടുത്ത കവിതകൾ. 24ാമത് കേരള സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ഊർവശിക്കും ബീന R ചന്ദ്രനും ലഭിച്ചു. ഊർവശിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? ഉള്ളൊഴുക്ക്. പ്ലാസ്റ്റിക് സോഡ എന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണല്ലോ. മിൽക്ക് ഓഫ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാസസംയുക്തം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. വിദ്യാർത്ഥികൾക്കായുള്ള സഹപാഠി പംക്തി പ്രസിദ്ധീകരിക്കുന്നത് ജനയുഗം ദിനപത്രത്തിലാണല്ലോ. ജനയുഗം ദിനപത്രത്തിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ വിദ്യാലയങ്ങളിൽ എൻ്റെ മരം പദ്ധതി നടപ്പിലാക്കിയ മുൻ വനം വകുപ്പ് മന്ത്രിയാണ്. ആരാണത്? ബിനോയ് വിശ്വം.
സമുദായം ഇല്ലാണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ചാപ്പുണ്യാരുടെ ചോദ്യത്തിന് ഉമ്മാച്ചുവിൻ്റെ മറുപടി മറ്റൊരു ചോദ്യമായിരുന്നു. സമുദായം ഉണ്ടായാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? കാലം കാലത്തോട് ചോദ്യം ഉന്നയിക്കുന്ന ഈ നോവൽ KPSCയുടെ പുതിയ നാടകമാക്കുകയാണ്. ആരുടെ നോവലാണിത്? PC കുട്ടിക്കൃഷ്ണൻ ഉറുമ്പ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏതു ജീവിയാണ്? പുൽച്ചാടി. 2024 ജൂലൈ മാസത്തിൽ സംഭവിച്ച നാടിനെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാകില്ല. വയനാട് ജില്ലയിലെ ഏത് പഞ്ചായത്തിലെ പ്രദേശമാണ് മുണ്ടക്കൈ? മേപ്പാടി. 2024 നവംബർ 5 നടക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇന്ത്യൻ വംശജയാണ്. ആരാണത്? കമല ഹാരിസ്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ എഴുതിയില്ലായിരുന്നുവെങ്കിൽ തനിക്കൊരിക്കലും വയലാർ അവാർഡ് കിട്ടില്ലായിരുന്നുവെന്ന് 47ാമത് വയലാർ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആര്? കുമാരൻ തമ്പി. ഭരണഘടനയുടെ താക്കോൽ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനയുടെ ആമുഖം. ഓക്കെ മക്കളെ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.